ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. നമ്മൾ ഇന്നൊരു ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ വരുന്ന ഗ്ലാസ് എഫക്റ്റ് ഉള്ള ബീഡ്, ബ്ലാക്ക് ബീഡ്, പിന്നെ ബ്ലാക്ക് നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ത്രെഡ്, ലൈറ്റർ, സിസർ, ഇത്രയും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ത്രെഡ് എടുക്കുന്നത് ആദ്യം ഇത് വീവ് സ്റ്റൈൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യം നമ്മുടെ ബ്രിസ്റ്റിൻ്റെ സൈസിലുള്ള അത്രയും ലെവലിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ 35 സെൻറ്റിമീറ്റർ 2 ലെയറിൽ ചെയ്യുന്നതുകൊണ്ട് 70 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. എപ്പോഴും ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ അഡൾട്ട് സൈസിൽ വരുമ്പോൾ 17 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ലെങ്ത്ത് വരിക. പക്ഷെ നമ്മൾ വീവ് ചെയ്യുന്നതാകുമ്പോൾ നമുക്കത് കെട്ടാനായിട്ടും ബാക്കി വീവ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ലെങ്ത്ത് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ആദ്യം എടുക്കാൻ. പിന്നെ ഇത് വീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്ര ലെങ്ത്തിലേക്കാണോ ത്രെഡ് എടുത്തിട്ടുള്ളത് അതിൻ്റെ 4 ടൈം ആയിട്ട് ഒരു 140 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി വീവ് ചെയ്യാൻ സൗകര്യത്തിന് ഇതുപോലെ കുഷ്യനിലോ മറ്റോ ഒരു പിന്നിങ്ങാനോ അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ബോർഡ് ഉണ്ട്. ഇത് നമുക്ക് ആമസോണിലും അതുപോലെയുള്ള ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ്. ഇതുപോലെ നമ്മൾ ഒരു എൻഡിൽ ത്രെഡിൻ്റെ കുറച്ച് ലെങ്ത്ത് താഴെ കിട്ടിയതിന് ശേഷം ക്ലിപ്പ് ചെയ്ത് പിടിപ്പിച്ച് എത്ര ലെങ്ത്തിൽ നമുക്ക് വേണം അത് ഇതിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ക്രൂ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രിസ്റ്റിൻ്റെ സൈസിൽ വരുന്ന ആ ഒരു ഇതാണ്. ഇനി വീവ് ചെയ്തെടുക്കാനുള്ള ത്രെഡ് ഇതുപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ലെങ്ത്ത് ഇട്ടതിൻ്റെ ശേഷം ഇതുപോലെ ജസ്റ്റ് യോജിപ്പിക്കുക. ഇതുപോലെ കെട്ടി യോജിപ്പിച്ചിട്ട് 2 സൈഡിലേക്കായിട്ട് അതിൻ്റെ ത്രെഡ് എടുക്കുക. ഇനി നമ്മൾ വീവ് ചെയ്ത് തുടങ്ങണം. വീവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലെയർ ആ കെട്ടിയിട്ടുള്ള ത്രെഡിന്റെ താഴെ കൂടെയും ഒരെണ്ണം മുകളിൽ കൂടെയും ഇടുക. എന്നിട്ട് താഴെ കൂടെ ഇട്ടിട്ടുള്ള എൻഡ് മറ്റേ പുറത്ത് മുകളിൽ കൂടെ ഇട്ടിട്ടുള്ളത് താഴെ കൂടെയും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര ലെങ്ത്തിൽ ഇതിപ്പോൾ ഒരു ബീഡ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫ്ലവർ എഫക്റ്റ് ഉള്ള രീതിയിൽ ഡിസൈൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടുള്ള ലെങ്ത്തിൽ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യേണ്ടതില്ല. 2 സൈഡിലും ഇപ്പോൾ ഒരു 17 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ ആണ് വരണമെന്നുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഇതുപോലെ കുറച്ച് വീവ് ചെയ്തിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിലാണ്. അതല്ലാതെ നമുക്ക് കുറച്ച് വീവ് ചെയ്ത് ഒരു ഫ്ലവർ പിന്നെ കുറച്ചുകൂടി വീവ് ആക്കിയിട്ട് പിന്നെ ഫ്ലവർ നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ഞാൻ ആവശ്യമുള്ളൊരു ലെങ്ത്തിൽ ഒരു 6 സെൻറ്റിമീറ്ററിൽ ഈ ഒരു സെയിം മെത്തേഡിൽ വീവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുന്ന ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു കുഷ്യൻ്റെ മുകളിൽ പിന്ന് വെച്ചിട്ടോ സേഫ്റ്റി പിന്നിൽ കുരുത്ത് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇതൊരു 6 സെൻറ്റിമീറ്ററിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറാണ് ചെയ്യേണ്ടത്. ഈ ത്രെഡിലേക്ക് ബീഡ് പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഷാർപ്പ് ചെയ്തെടുക്കുക, ഒരു നീഡിൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 2 സൈഡിൽ നമ്മൾ ചെയ്യുന്ന ഈ ത്രെഡിനകത്ത് 3 ബീഡ് കൊരുത്തെടുത്തതിൻ്റെ ശേഷം അതിൽ മെയിൻ ആയിട്ടുള്ള ആ പാർട്ടിൽ 2 വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സെൻറ്റർ പാർട്ട് ഈ ക്ലിപ്പിൽ നിന്ന് ഒഴിവാക്കി എടുത്തതിൻ്റെ ശേഷം പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ബീഡ് ഇടുക. വീണ്ടും നമ്മൾ എങ്ങനെയാണോ വീവ് ചെയ്തുകൊണ്ടിരുന്നത് ആ സെയിം സ്റ്റൈലിൽ തന്നെ ഇത് സെൻറ്ററിലുള്ള ബീഡ് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇട്ട് മുകളിൽ നിന്നുള്ള ത്രെഡിന് താഴെ കൂടെ എടുത്ത് താഴെ നിന്നുള്ളതിന് മുകളിലിട്ട് മുകളിൽ കൂടെ താഴേക്ക് എടുക്കുക. പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാനതേ ഇതുപോലെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു 3-4 തവണ ജസ്റ്റ് ഒന്ന് വീവ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഫ്ലവർ സെയിം മെത്തേഡ് തന്നെ സെൻറ്ററിൽ ബ്ലാക്ക് ഇടുക,
സൈഡിൽ വരുന്ന 2 ത്രെഡിനകത്ത് 3 ഗ്ലാസ് എഫക്റ്റുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന അത് ഇടാം. നമ്മളെ കയ്യിൽ ഏത് തരം ബീഡ്സ് അവൈലബിൾ ആണോ, നമുക്ക് ഏത് കളേഴ്സ് ഫ്ലവർ വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 3 ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമ്മൾ വീവ് ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ നമ്മളിപ്പോൾ ഏകദേശം ലെങ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും 17 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. പക്ഷേ ഇത് നോട്ട് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത്ര വേണ്ട. കാരണം ഇനി 2 എൻഡും കൂടെ ചെയ്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ലെങ്ത്തിൽ ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് 17 മതി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള 6 എൻഡിലും ഒരു 6 സെൻറ്റിമീറ്റർ, പിന്നെ ഈ ഫ്ലവേഴ്സ് 3 കൂടെ ചേർത്ത് ഒരു 3-3.5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ എൻഡ് വീവ് ചെയ്തിട്ടുള്ള അതിൻ്റെ എൻഡ് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ലൈറ്റർ വെച്ച് ത്രെഡ് ഉരുക്കി ചേർക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ത്രെഡ് ഒന്നിച്ച് കത്തി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡ് നമ്മൾ രണ്ടും യോജിപ്പിച്ച് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ മതി. ഇനി ഇതിൻ്റെ ലോക്ക് ചെയ്യുന്ന നോട്ട് നമ്മളിനി ചെയ്യണം. നമ്മളിത് ഇതിൻ്റെ എൻഡിൽ ഇത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് ചെയ്ത് പിടിച്ച് വേറൊരു ത്രെഡ് എടുത്തിട്ട് അതൊരു 6 to 7 സെൻറ്റിമീറ്ററിലുള്ള ഒരു ത്രെഡ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോട്ട് ചെയ്ത് യോജിപ്പിച്ച പോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി യോജിപ്പിച്ച് ഇതുപോലെ നോട്ട് ചെയ്ത് ഈ 2 സൈഡ് ഈ 2 എൻഡും കൂടി ചേർത്തിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് വീവ് ചെയ്തെടുത്ത് സെയിം സ്റ്റൈലിൽ തന്നെ ചെയ്യാം. ഒരു 6 അല്ലെങ്കിൽ 5 അത്രയും എണ്ണം ചെയ്താൽ മതി. ലോക്ക് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഞാനൊരു 6 തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് ഇതിലും ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ ഉരുക്കി ചേർക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈറ്റിൽ ചെയ്യരുത്, കാരണം നമുക്ക് മൂവ് ചെയ്യിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ലൂസിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വരുന്നത് ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് യോജിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ എൻഡിൽ വരുന്ന ത്രെഡിൽ ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റിൻ്റെ എൻഡിൽ നമ്മൾ ബീഡിട്ട് ലൈറ്റർ വെച്ച് ഉരുക്കി ചേർത്തു. കംപ്ലീറ്റഡ് ആയി. താങ്ക് യു ഫോർ വാച്ചിങ്.